ഹാക്കിങ്ങും ഫോൺ ചോർത്തലുമെല്ലാം ഇസ്രായേലിനോളം വശമുള്ള മറ്റ് രാജ്യങ്ങളില്ല എന്ന് പറയാറുണ്ട്. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഫലസ്തീനികളുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി റെക്കോർഡ് ചെയ്യുന്നവരാണ് സയനിസ്റ്റ് ഭരണകൂടം. അത് സംബന്ധിക്കുന്ന നിരവധി തെളിവുകളും പുറത്തുവന്നതാണ്. ഇപ്പോഴിതാ മറ്റുള്ളവരെ ഹാക്ക് ചെയ്യുന്നതിന് മേന്മയായി അവകാശപ്പെടുന്ന ഇസ്രായേലി ഭരണകൂടത്തിന് പണി കിട്ടിയിരിക്കുകയാണ്. ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ ഫോൺ കോളാണ് തുർക്കിയിൽ നിന്നുള്ള ഒരു സംഘം ചോർത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇൻ ഡെപ്ത് പരിശോധിക്കുന്നത്. വ്യാഴാഴ്ചയാണ് തുർക്കിഷ് ഹാക്കർമാരുടെ സംഘം ഇസ്രായേൽ കാറ്റ്സിന്റെ ഫോൺ നമ്പറും അദ്ദേഹവുമായി നടത്തിയ വീഡിയോ കോളിന്റെ സ്ക്രീൻഷോട്ടും പുറത്തുവിട്ടത്. കാറ്റ്സ് വർഷങ്ങളായി ഉപയോഗിച്ചു പോന്ന നമ്പറാണ് സംഘം ഹാക്ക് ചെയ്തത്. ആ നമ്പറിൽ വീഡിയോ കോളിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം കോൾ എടുക്കുകയായിരുന്നു. ആ നമ്പറും ഇസ്രായേലി കാറ്റ്സ് വീഡിയോ കോൾ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ടും അവർ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തതിന് പിന്നാലെ ആ നമ്പർ ഡിസ്കണക്ട് ചെയ്തുവെന്നാണ് വിവരം. ഇസ്രായേലി മാധ്യമമായ N12 ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അവർ പറയുന്നതനുസരിച്ച് 2023 ഒക്ടോബർ 7-ന് പിന്നാലെ നിരവധി ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ ഫോണുകളാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടത്. ഹാക്കർമാരുടെ പോസ്റ്റിന് പിന്നാലെ കാറ്റ്സിന് ആയിരക്കണക്കിന് സന്ദേശങ്ങൾ ലഭിച്ചതായും റിപ്പോർട്ടുണ്ട്. അതിൽ ഭീഷണികളും ശാപവാക്കുകളും അടങ്ങിയ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ സമൂഹ മാധ്യമമായ എക്സിൽ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിപ് എർദോഗനെതിരെ കാറ്റ്സ് പോസ്റ്റിട്ടിരുന്നു. ഹമാസിലെ കൊലപാതകികളെയും ബലാത്സംഗികളെയും പിന്തുണച്ചുകൊണ്ട് എർദോഗൻ തുർക്കിയെ ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാക്കി മാറ്റിയെന്നായിരുന്നു കാറ്റ്സിന്റെ ആരോപണം. ഇസ്താംബുളിന്റെ പശ്ചാത്തലത്തിൽ എർദോഗന്റെ ഒരു AI ചിത്രവും കത്തുന്ന തുർക്കി പതാകയും പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു. ഇതിനെതിരെ തുർക്കിയിൽ കടുത്ത പ്രതിഷേധം ആളിക്കത്തുകയും മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് കാറ്റ്സിനെ തന്നെ ലക്ഷ്യം വെച്ചുള്ള നീക്കം. അതേസമയം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടിത ഇസ്ലാമിക ജിഹാദിസ്റ്റ് സംഘങ്ങളാണ് തന്റെ ഫോണിലേക്ക് വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തതെന്നാണ് കാറ്റ്സ് പ്രതികരിച്ചത്. വെള്ളിയാഴ്ച പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം കാറ്റ്സ് മാത്രമല്ല പല ലിക്വിഡ് പാർട്ടി നേതാക്കൾക്കും സമാന രീതിയിൽ വീഡിയോ കോളുകൾ ലഭിച്ചിരുന്നു. അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള 100 കണക്കിന് വാട്സാപ്പ് വീഡിയോ കോളുകൾക്ക് രാഷ്ട്രീയക്കാർ മറുപടി നൽകാതിരുന്നതിനെ തുടർന്ന് അവർക്ക് ഫലസ്തീൻ പതാകയുടെ ചിത്രമടങ്ങിയ ഒരു വാചക സന്ദേശം ലഭിച്ചെന്നാണ് വിവരം. കോളുകൾ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ടെന്നും അതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ട്. ഓഗസ്റ്റിൽ ഇസ്രായേൽ മുൻ ജസ്റ്റിസ് മിനിസ്റ്റർ ഐലറ്റ് ഷാക്കേദിന്റെ പേഴ്സണൽ ഫോണിലേക്ക് ഹാക്കർമാർ കടന്നുകയറിയിരുന്നു. ഇറാനിൽ നിന്നുള്ള സംഘമാണ് അതിന് പിന്നിലെന്നായിരുന്നു ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബത്ത് കണ്ടെത്തിയത്. നിരവധി ശ്രമങ്ങൾക്ക് ശേഷമായിരുന്നു ഹാക്കിംഗ് എന്നാണ് അന്ന് ഷിൻബത്ത് അറിയിച്ചത്. 12 ദിന യുദ്ധത്തിനിടയിൽ ഇസ്രായേലിന്റെ തത്സമയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇറാൻ ഇസ്രായേലിലെ സ്വകാര്യ സുരക്ഷാ ക്യാമറകൾ ഉപയോഗപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതേ തുടർന്ന് വീടുകളിലെ CCTVകൾ ഓഫ് ചെയ്യണമെന്ന് ഇസ്രായേൽ സർക്കാർ ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു.